ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഒരു ബിഗിനർ ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് എൻട്രി പ്രൈസ്, ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. യഥാർത്ഥത്തിൽ എന്താണ് എൻട്രി പ്രൈസ്? നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്ന പ്രൈസാണ് എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണ്. ഈ 1000 രൂപക്ക് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്ന ഈ 1000 രൂപയാണ് ഇവിടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റോപ്പ് ലോസ്? സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, നമ്മൾ വിചാരിക്കുന്ന ട്രേഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഏത് ഡയറക്ഷൻ വരെ എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാം, ഏത് ഡയറക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കേസസിൽ 1000-ന് നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 990 താഴെ ടാറ്റ മോട്ടോഴ്സ് പോവുകയാണെങ്കിൽ പിന്നീട് ഞാൻ ആ ട്രേഡിൽ നിൽക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ 990 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കുന്നത് 10 പോയിന്റ് ആണ്. 1000 മൈനസ് 990 10 പോയിന്റ്. ഇനി എന്താണ് ടാർഗറ്റ്? ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് നമ്മൾ വിചാരിച്ച അതേ എക്സ്പെക്ടേഷനിലോട്ട് മൂവ് ചെയ്ത് നമ്മുടെ സെയിം ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതുവരെ മൂവ് ചെയ്യും എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ സെയിം സിനാരിയോയിൽ ഒരു 1020 വരെ ടാറ്റ മോട്ടോഴ്സ് മൂവ് ചെയ്യുമെന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ആ 1020 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 ആണ് നമ്മുടെ എൻട്രി പ്രൈസ്, 990 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ്, 1020 ആണ് നമ്മുടെ ടാർഗറ്റ് പ്രൈസ്. ഇതൊരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും പറയാറുണ്ട് ട്രേഡിങ്ങിൽ പല ആളുകളും പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. കാരണം നമ്മുടെ സ്വന്തം എമൗണ്ട് ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആവാതെ ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ? അതായത് ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം ആ ട്രേഡിൽ നമുക്ക് എത്ര രൂപ നഷ്ടപ്പെടും, അതേപോലെ തന്നെ അതിൽ നമുക്ക് ലാഭം ലഭിക്കുകയാണെങ്കിൽ എത്ര രൂപ ലാഭം ലഭിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ധാരണ ഇല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, നമുക്ക് ലഭിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ കീപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ഫോളോ ചെയ്യുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 ആണെന്ന് വിചാരിക്കുക. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്ന് വിചാരിക്കുക. അതായത് 100:100. ഫോർ എക്സാമ്പിൾ, പോവുകയാണെങ്കിൽ 100 രൂപ പോകും, കിട്ടുകയാണെങ്കിൽ 100 രൂപ കിട്ടും. അതാണ് 100:100. അതാണ് 1:1 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു മാസത്തിൽ 10 ട്രേഡുകൾ എടുക്കുന്നുണ്ട്. ആ 10 ട്രേഡിൽ ഒരു 50% ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ട്, വിൻ ചെയ്യുന്നുണ്ട്. 50% ട്രേഡ് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ട്രേഡുകളാണ്? 5 ട്രേഡുകൾ. അങ്ങനെയാണെങ്കിൽ 5 ട്രേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് പരാജയപ്പെടുന്നുണ്ട് അല്ലേ? ഒരു ട്രേഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 ആവുന്ന സമയത്ത് ഒരു ട്രേഡിൽ നമുക്ക് 100 രൂപയാണ് കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 ട്രേഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 × 100 ഏകദേശം 500 രൂപ കിട്ടും. എന്നാൽ ഇതേ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, 5 ട്രേഡ് ഫെയിൽ ആവുന്നുണ്ട്. ഒരു ട്രേഡിൽ നിന്ന് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം എത്ര പോകുന്നുണ്ട്? 100 പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ട്രേഡിൽ നിന്ന് എത്ര പോയി? 500 പോയി. അപ്പോൾ ഈ സിനാരിയോ നോക്കുന്ന സമയത്ത് നമുക്ക് 500 പ്രോഫിറ്റ് കിട്ടി, 500 ലോസും കിട്ടി. മാസാവസാനം നമുക്ക് എന്തില്ല, പ്രത്യേകിച്ച് യാതൊരുവിധ ലാഭവും ലഭിക്കുന്നില്ല. പക്ഷേ നമ്മൾ എടുത്ത ട്രേഡിൻ്റെ 50% ട്രേഡിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പോലും മാസാവസാനം ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ഫോളോ ചെയ്യുക, ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് നോക്കുക. ഈ സെയിം സിനാരിയോ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണെന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് നമുക്ക് പോവുകയാണെങ്കിൽ 100 പോവും, കിട്ടുകയാണെങ്കിൽ 200 കിട്ടും. അതായത് 100:200. അതാണ് 1:2 എന്ന് പറയുന്നത്. ഈ സിനാരിയോ നോക്കുന്ന സമയത്ത് സെയിം 5 ട്രേഡ് വിജയിച്ചു.
അങ്ങനെയാണെങ്കിൽ ഒരു ട്രേഡിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട്? 200 കിട്ടുന്നുണ്ട്. 5 ട്രേഡിൽ നിന്ന് അപ്പോൾ എത്ര കിട്ടും? 5×200 ഏകദേശം 1000 രൂപ കിട്ടും. എന്നാൽ ഓപ്പോസിറ്റ് സെയിം ആണ്. ഒരു ട്രേഡിൽ നിന്ന് ലോസ് വരുന്ന സമയത്ത് എത്ര പോകുന്നുണ്ട്? 100 പോകുന്നുണ്ട്. അങ്ങനെ 5 ട്രേഡിൽ നിന്നാണെങ്കിൽ 500 പോകും. അതായത് 1000 നമുക്ക് കിട്ടി, 500 പോയി. മാസാവസാനം നമുക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട്? 500 രൂപ ലാഭം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, സെയിം സിനാരിയോ ആണ്, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ സെയിം സിനാരിയോ ആണ്. ആകെ വ്യത്യാസമുള്ളത് നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്തു? ഇവിടെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടേമിലോട്ട് ഒരു ട്രേഡർ എന്ന നിലയിൽ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 1:2 എന്ന് പറയുന്ന ഒരു ബേസിക് റിസ്ക് റിവാർഡാണ്. നിങ്ങൾക്ക് 1:3 ക്യാച്ച് ചെയ്യാം, 1:4 ക്യാച്ച് ചെയ്യാം. റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വിന്നിംഗ് റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മന്ത് എൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മുടെ റിയൽ ടൈം എക്സാമ്പിളുമായിട്ട് ആഡ് ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഷെയറിൻ്റെ വാല്യൂ 1000 രൂപയാണെന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഏകദേശം ഒരു 990 അതായത് ഏകദേശം 10 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ലോസ് എടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് 1020 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു എൻട്രി പ്രൈസും ടാർഗറ്റ് പ്രൈസും നമ്മൾ ഡിഫറൻസ് എത്തുന്നത് 20 ആണല്ലേ? സ്റ്റോപ്പ് ലോസ് പ്രൈസ് എത്രയാണ്? 10 ആണല്ലേ? അപ്പോൾ 10:20 1:2 ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണ്, സ്റ്റോപ്പ് ലോസ് നിങ്ങൾ 990 വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 1020 ടാറ്റ മോട്ടോഴ്സ് എന്നും എത്തുമെന്നുള്ള ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡിന് എന്ത് ചെയ്യാൻ പാടില്ല? ആ ട്രേഡ് നിങ്ങൾ പുഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ട്രേഡിംഗിൽ ഒരു ലോങ് ടേമിലോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ട്രേഡറെ വിജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ എല്ലാ സമയത്തും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ചില ആളുകൾക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ ലോസുകൾ കാണുന്ന സമയത്ത് ഫിയർ ഔട്ട് ആയിട്ട് പല ആളുകളും പെട്ടെന്ന് തന്നെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഇത് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഈ റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യുക? എല്ലാ ആളുകളും കീപ്പ് ചെയ്യുക. സോ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ട്രേഡേഴ്സിന് വേണ്ടിയിട്ടും ഒരുപാട് പുതിയ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യുന്നുണ്ട്. പുതിയ സ്ട്രാറ്റജീസിനെ കുറിച്ചും പുതിയ കൺസെപ്റ്റുകളെ കുറിച്ചുമുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യാണ്? ഓൺ ദ വേ ആണ്. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.